കാണിക്കാൻ പോണ കറി എന്ന് പറഞ്ഞാൽ ഞണ്ടല്ലോ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒട്ടും തന്നെ മസാലയില്ല. ഇതുവരെ ചെയ്യാത്തൊരു കോമ്പിനേഷൻ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കോമ്പിനേഷനിലുള്ളൊരു സംഭവമാണ് കേട്ടത്. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അവർ തമിഴ് ഒറിജിനാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഇത് നിങ്ങൾ ട്രഡീഷണലി ചെയ്തു തരുന്ന ഒരു റെസിപ്പിയാണോ? അപ്പോൾ അവർ പറഞ്ഞു അല്ല, അത് അവരുടെ അമ്മ പണ്ട് തൊട്ടേ അവർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു കറിയാണ്. എനിക്കത് അവർ തന്ന് ഞാൻ ടേസ്റ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസം തോന്നി. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ റെസിപ്പി ചോദിച്ചു. ആ റെസിപ്പി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാലോ, ഇത് ഞാൻ ഇതിൽ വരുന്ന കോമ്പിനേഷൻസ് ഒന്നും ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അവരുണ്ടാക്കി അതേ ടേസ്റ്റിൽ എനിക്ക് കിട്ടി. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊട്ടും തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതിൽ മസാലകൾ ചേർക്കണില്ല. പക്ഷെ എന്നിരുന്നാൽ ലാസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലേവർ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. കാരണം എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ നമുക്കത് കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറ.